നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ബ്രസീലിന് കോസ്റ്റാറിക്കെതിരെ വിജയിക്കാൻ കഴിയാതെ പോയത് വലിയ തിരിച്ചടിയാണ്. അടുത്ത മത്സരം പരാഗ്വയ്ക്കെതിരെയാണ്. അത് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാവും. അതുകൊണ്ട് വിജയിച്ചേ പറ്റൂ. പിന്നെ ഉള്ള കളി കൊളംബിയക്കെതിരെയാണ്. മിന്നും ഫോമിൽ നിൽക്കുന്ന കൊളംബിയക്കെതിരെ ബ്രസീലിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. ചുരുക്കത്തിൽ അടുത്ത രണ്ട് മത്സരങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 29-ാം തീയതി, അതായത് ശനിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6:30 ബ്രസീൽ പരാഗ്വയ്ക്കെതിരെ കളിക്കുന്നതെങ്കിലും ജൂലൈ 3 രാവിലെ ഇന്ത്യൻ സമയം 6:30 ബ്രസീൽ കൊളംബിയക്കെതിരെ കളിക്കുന്നത്. ഈ മത്സരങ്ങൾക്കുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ബ്രസീൽ ടീം ഉള്ളത്. ബ്രസീൽ ടീമിന്റെ ഫുൾ ബാക്ക് ആയിട്ടുള്ള ഗുയർമെ അരാന ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. പരാഗ്വയ്ക്കെതിരെയുള്ള കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ ലാസ് വേഗാസിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത രണ്ട് കളികൾ ഞങ്ങൾക്ക് ഫൈനൽ പോലെയാണ് എന്നാണ് അരാന പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ബ്രസീൽ ദേശീയ ടീമിന്റെ ജേഴ്സി നമ്മൾ അണിയുമ്പോൾ, നമ്മൾ ആ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെയാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. കോസ്റ്റാറിക്കെതിരെയും വ്യത്യസ്തമായ രൂപത്തിലൊന്നുമല്ല ഞങ്ങൾ ഇറങ്ങിയത്. ഓഫ് കോഴ്സ് ആ റിസൾട്ട് ഒരൽപ്പം അൺകംഫർട്ടബിൾ ആയിരുന്നു. ബട്ട് ഞങ്ങൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത്. ഓഫ് കോഴ്സ് ഞങ്ങൾ എതിരാളികളെ റെസ്പെക്റ്റ് ചെയ്യുന്നു, സമ്മതിക്കുന്നു, എതിരാളികളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ ഞങ്ങൾ ബ്രസീൽ ടീമാണ്. ബ്രസീലിയൻ ടീമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വിജയിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ എപ്പോഴും പരിശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും മികച്ച രൂപത്തിലുള്ള പ്രൊഫഷണൽസ് ആണ് ടീമിനോടൊപ്പമുള്ള എല്ലാ സ്റ്റാഫും. വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ ടീമിന് നൽകുന്നുമുണ്ട്. മികച്ച താരങ്ങളും നമ്മുടെ ടീമിലുണ്ട്. നല്ല ടീമാണ് നമ്മുടേത്. നല്ല തരത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കപ്പാസിറ്റി ഉള്ള കോച്ചും മറ്റുള്ളവരും ഒക്കെ ഉണ്ട്. നല്ല സ്പിരിറ്റാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് മത്സരങ്ങളും ഫൈനൽ പോലെയാണ് ഞങ്ങൾ കാണുന്നത്. രണ്ടും വിജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴും ഞങ്ങൾ എതിരാളികളെ ബഹുമാനിക്കുന്നവരുമാണ് എന്നാണ് ഇപ്പോൾ അരാന പറയുന്നത്. ഏതായാലും അടുത്ത രണ്ട് ഫൈനലുകൾ വിജയിച്ചുകൊണ്ട് പിന്നെ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാൻ ബ്രസീലിനാവുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.